ഇവരോട് എങ്ങനെ ദേഷ്യം നമ്മൾ അവരപ്പൻ അറിയാലോ ഇത്രയും ഭാര്യയോടാണോ എനിക്കിപ്പോൾ അനിയനോടാണോ ഏറ്റവും കൂടുതൽ ദേഷ്യം? എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു. ഭാര്യയുടെ അമ്മയോടും ചേച്ചിയോടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എൻ്റെ അനിയനോട് തന്നെയാണ്. ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തെങ്കിലും നമ്മുടെ മൈൻഡിലൊക്കെ ഒരുപോലെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു 3 വയസ്സുള്ള കുട്ടീനെ അമ്മ കൊണ്ടുപോയിട്ട് പുഴയിലോട്ട് എറിഞ്ഞത്. അതിന് ശേഷം ആ പെൺകുട്ടീനെ അച്ഛൻ്റെ സഹോദരൻ പീഡിപ്പിച്ചു എന്നൊരു ന്യൂസ് വന്നു. അതിനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ 2 വീഡിയോ ചെയ്തെങ്കിലും ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇപ്പം കേരളീയം എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുണ്ട്. കേരളീയം ചാനൽ അറിയുന്നവർക്കറിയാം, അത്യാവശ്യം എല്ലാ കേസിൻ്റെയും കുറേ ന്യൂസ് അല്ലെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേജ് തന്നെയാണ് കേരളീയം. അപ്പോൾ അവർ ആണ് ഈ ഒരു ന്യൂസ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ കണ്ട സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ മെയിനായിട്ട് എടുത്ത് സംസാരിക്കുന്നത്. സോ നമ്മളുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പം സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ അച്ഛൻ വർത്താനം പറയുന്നത് കേട്ട സമയത്ത് എനിക്ക് തോന്നി അയാൾ ഈ കുട്ടിയുടെ അച്ഛൻ തന്നെയാണോ എന്ന്. സത്യസന്ധമായി പറയാൻ എനിക്കതാ തോന്നിയത്. മുഖത്തൊരു ദേഷ്യമല്ല, അല്ലെ ഒരു സങ്കടമല്ല, ഒന്നുമില്ലാണ്ട് എന്തൊക്കെയൊക്കെയോ ആലോചിച്ചിട്ട് ആരൊക്കെയോ ചോദിക്കുന്നതിന് എന്തോ പറയുന്ന രീതിയിലാണ് ഇയാൾ വർത്താനം പറഞ്ഞത്. ഇയാളുടെ മോളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ചെയ്തത് ഇയാളുടെ ഭാര്യയും ഇയാളുടെ അനിയനും. എന്നിട്ട് അതിന് ഒരു വികാരവും ഇല്ലാത്ത രീതിയിൽ എന്തോ മറുപടിയായിരുന്നു. ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയുണ്ടായി അനിയനോടാണോ ഭാര്യനോടാണോ ദേഷ്യം. അപ്പോൾ ആദ്യം പറഞ്ഞു ഭാര്യനോട് ദേഷ്യം ഉണ്ടായിരുന്നു, അതിലും ദേഷ്യം ഭാര്യ വീട്ടുകാരോട്, ഇപ്പം എനിക്ക് ദേഷ്യം അനിയനോട്. അനിയനോടും ഭാര്യനോടും ഒരുപോലെ ദേഷ്യം വേണം. ദേഷ്യമല്ല, കൊല്ലാനുള്ളൊരു മെൻറ്റാലിറ്റി വേണം. 3.5 വയസ്സുള്ള കുട്ടീനെ പീഡിപ്പിച്ച അനിയനോട്, കുട്ടീനെ കൊണ്ടുപോയി പുഴയിലിട്ടതിനോട് ആകെ ദേഷ്യം കൂട്ടി ഭാര്യേൻ്റെ വീട്ടുകാരോട്. എന്ത് തേങ്ങാ പിണ്ണാക്കാണ്. എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ഈ പീഡനത്തിന് ആദ്യം പിടിക്കേണ്ട ഇവനെയാണ്. ഒരച്ഛൻ എന്ന നിലയിൽ മര്യാദയ്ക്ക് തൻ്റെ ഉത്തരവാദിത്വവും ബോധവും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നെങ്കിൽ ഒരു വൃത്തികെട്ടവനും ആ വീട്ടിൽ കയറി ആ കുട്ടീനെ പീഡിപ്പിക്കലായിരുന്നു. ഇത് ഈ ഭാര്യ പറഞ്ഞതാണോ അല്ലെ ഭാര്യേൻ്റെ വീട്ടുകാർ പറഞ്ഞതാണോ അല്ലെ ചില ഇൻ്റർവ്യൂസിൽ കേട്ട പോലെ കള്ളും കുടിച്ച് നടക്കും, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കും, എന്നിട്ട് സ്വന്തം വീട്ടുകാരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. കെട്ടിയതുകൊണ്ടോ കുട്ടീനെ ഉണ്ടാക്കിയതുകൊണ്ടോ കാര്യമല്ല, മര്യാദയ്ക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റണം. എന്നിട്ട് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ഒരു നിർവികാര ജീവിനെ പറ്റി പോലെ ഇരുന്ന് സംസാരിക്കുന്നു. ബാക്കി കാണാം. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്നോട് പറയായിരുന്നു. അതിനൊത്തിരി സ്നേഹം ഉണ്ടായിരുന്നു ചേട്ടൻ എന്നുള്ളത്. ചേട്ടനോട് എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു. ഒരിക്കലും അവനെ പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ഇത് ഇപ്പം വന്ന് അദ്ദേഹം പറഞ്ഞില്ലേ, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇവൻ എങ്ങനെ അവിടെ പോകുമ്പോൾ ഇവൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു ഇദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത്. ഇവൻ തളർന്നു വീഴുമോ എന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അവന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു എന്ന്. ഇല്ല, അവൻ അന്നേരം കരച്ചിൽ തന്നെയായിരുന്നു. ഞാനും അവനൊരു കാര്യം തന്നെയായിരുന്നു. എന്നെ പുറത്തിറക്കാതെ അവനാണ് അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് പറയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഈ വീഡിയോ കണ്ടതിൽ നിന്ന് അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലായ ഒരു കാര്യമാണ്, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പിലല്ല നിൽക്കുന്നത്. എന്തൊക്കെയോ കാരണങ്ങളാൽ. അതിലിപ്പോൾ ഭാര്യ വീട്ടുകാർ പറഞ്ഞ അനുസരിച്ച് നിങ്ങളൊരു കള്ളുകൂടിയനാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഭർത്താവിൻ്റെ അടുത്ത് അവർ കാര്യം പറയാനുള്ള ഒരു മെൻറ്റാലിറ്റി അവർക്ക് വന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അല്ലെ കുട്ടിയാണ്, കുട്ടീൻ്റെ കാര്യം കോമൺ ആയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പറയേണ്ടതാണ്, അവർ പറഞ്ഞില്ല. അവരെന്തുകൊണ്ടാണ് പറയാത്തത്? അവർക്കിനി ഈ ചെങ്ങായി ആയിട്ട് വല്ല ഇഷ്ടം ഉണ്ടായിരുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒക്കെ കാണാം. 2-3 ദിവസം കൊണ്ട് പല കാര്യങ്ങളും പുറത്തോട്ട് വരും. എന്ത് രീതിയിലാണ് ന്യായീകരിക്കുന്ന അനിയനെ? ഭയങ്കര സ്നേഹമായിരുന്നു, അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് എന്താ പറഞ്ഞത്? കുട്ടി മരിച്ചു കഴിഞ്ഞ് 24 മണിക്കൂറിന് മുമ്പ് വരെ പല രീതിയിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല, 3 വയസ്സുള്ള കുട്ടീനെ കുറിച്ചാണ് പറയുന്നത്, അനുഭവിച്ചിരുന്നു എന്ന്. ആ ചെയ്തവനാ തൊട്ടടുത്ത് കെട്ടിപ്പിടിച്ച് കരയുന്നത്. എന്നിട്ട് അവന് സ്നേഹം ഉണ്ടായിരുന്നു. എന്താ അവൻ്റെ സ്നേഹം? എന്താ അവൻ്റെ ഇഷ്ടം? ആത്മാർത്ഥമായൊരു ഇഷ്ടമാണ് നിങ്ങളോടുള്ളത്. അല്ലെങ്കിൽ ആ കെട്ടിപ്പിടിച്ച് കരഞ്ഞ കണ്ണീരിന് സത്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ചെറ്റത്തരം ചെയ്യില്ല. അവന് സ്നേഹം ഉണ്ടായിരുന്നു, അവന് ഉണ്ടയുണ്ടായിരുന്നു, ഉണ്ട. ഈ മൂത്ത ചേട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ അന്ന്.
വല്ലോ ഞാൻ എപ്പോഴും പറയാം, ആ സാഹചര്യം ഉണ്ടായി. ഞാൻ ആ പാലത്തിൻ്റെ അടുത്ത് ചെല്ലണ സമയത്ത് ഇവൻ്റെ മുഖത്ത് അപ്പം ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ എങ്ങനെ ഇത് സഹിക്കും? ആര്? ഈ പയ്യൻ എങ്ങനെ സഹിക്കും? അവൻ എങ്ങനെ ഇതിൽ നിന്ന് റിക്കവറി ആവും എന്നുള്ള രീതിയായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതും കണ്ടില്ല. ആ സങ്കടത്തിൻ്റെതായ ഒരു ഇത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അട്രാക്ഷൻ, കാരണം നല്ല രീതിയിലുള്ള ഇത് അന്നേരം വരെ നല്ല രീതിയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ രീതിയിലുള്ള ഇതൊന്നും നമ്മൾ കണ്ടില്ല. ഞാൻ കേരളീയ ന്യൂസിൻ്റെ ഫുൾ ന്യൂസ് ഒന്നും ഇടുന്നില്ല. നിങ്ങളെല്ലാവരും ആ ചാനലിൽ വീഡിയോ കാണുക. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. എനിക്ക് ആ വീഡിയോയിലെടുത്ത് സംസാരിക്കണം തോന്നിയിട്ടുള്ള ഒരു 2 ഭാഗമാണത്. അതിൽ ഇപ്പോഴത്തെ ഭാഗത്തിൽ ആൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പെർട്ടിക്കുലർ വ്യക്തി ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ഇയാളെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലൈംഗിക അതിക്രമം ആയിട്ടുള്ള ഈ അച്ഛൻ്റെ അനിയനെ, കാരണം ഈ അനിയനാണ് ആ വീട്ടിൽ വന്ന് നിൽക്കുക. ഈ അനിയൻ കുട്ടിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പം ഇവൻ എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ള ടെൻഷനായിരുന്നു ഉണ്ടായിരുന്നേ എന്നാണ് പറഞ്ഞത്. അവർ കരുതിയത് ഇവൻ ഭയങ്കര കരയും, ഇവൻ ഭയങ്കര ബുദ്ധിമുട്ടിലാവും, അല്ലെ ഇവനിത് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും, ഇതൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അവൻ വളരെ കൂളായി, അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു സാധനം കാണാൻ പറ്റില്ല. ഇവനിൽ നിന്നൊക്കെ എന്ത് കാണാനാണ്? ഇവനെ കാണിച്ചു കൂട്ടുന്ന ആ കരച്ചിലിൻ്റെ വീഡിയോ രംഗം കണ്ടാലറിയാം ഇവൻ കിടന്ന് അഭിനയിക്കുകയാണ്. കാരണം ഇതൊന്നും ഒരു മനുഷ്യൻ്റെ ഗണത്തിൽ കൂട്ടാൻ പറ്റുന്നതല്ലല്ലോ, മൃഗത്തിൻ്റെ ഗണത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു തന്നെയല്ലേ. കാരണം ഒരു 3 വയസ്സുള്ള പെൺകുട്ടീനോട്, അല്ലെ കുഞ്ഞു മോളോട് ഇങ്ങനെ ചെയ്യുന്ന ഇവനെയൊക്കെ മനുഷ്യൻ്റെ ലെവലിൽ കൂട്ടാൻ പറ്റുമോ? ഞാൻ ഓവറോൾ ആയിട്ട് ഈ കേസ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. അതിന് എന്തൊക്കെയോ കാരണമുണ്ട്. മേ ബി ഭർത്താവിൻ്റെ തരത്തിൽ നിന്നുള്ള മദ്യപാനമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ മദ്യപാനം മൂലം ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായിരിക്കാം, അവരുടെ ഇടയിൽ വഴക്കുണ്ടാവാം, കച്ചറുണ്ടാവും, ഒച്ചപ്പാടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഭർത്താവ് വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ഭാര്യ ഇവിടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ചില സ്ത്രീകൾക്ക് ഈ ഭർത്താക്കന്മാരോടുള്ള ദേഷ്യം അറിയാണ്ട് കുട്ടികളിലോട്ട് റിഫ്ലക്റ്റ് ആവും. ഇയാളുടെ കുട്ടിയല്ലേ, അല്ലെങ്കിൽ ഈ കുട്ടി കാരണമല്ലേ ഞാനിത് സഹിച്ച് നിൽക്കേണ്ടി വരുന്നത്, ഇല്ലെങ്കിൽ എനിക്ക് വേറൊരു റിലേഷൻഷിപ്പിൽ പോകാമല്ലോ, ഇങ്ങനത്തെ കുറേ തോട്ട്സൊക്കെ വരും. ഈ തോട്ട് വരുന്ന സമയത്താണ് ഈ പെണ്ണുങ്ങൾക്ക് കുട്ടികളോട് എന്ത് ചെയ്യുക, ദേഷ്യം വരിക. അപ്പോൾ കുട്ടികൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, അല്ല അവർ ഈ ലോകത്ത് ഉണ്ടാവരുത്, എന്നാൽ എനിക്ക് എൻ്റെ ലൈഫുമായിട്ട് പോകാമല്ലോ എന്നൊരു തോട്ടൊക്കെ വരും. അപ്പോൾ ആ സമയത്തായിരിക്കാം മേ ബി ഇവളിങ്ങനെ അടിക്കാൻ നോക്കിയതും, അല്ല ഐസ്ക്രീമിൽ വിഷം കലക്കിയെന്ന് പറയുന്നതും, അല്ല ഇപ്പോൾ ഈ അവസ്ഥയിലോട്ട് എത്തിയിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു നാറി ഈ കുട്ടീനെ ഇങ്ങനെ ശാരീരികമായി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഭാര്യ അറിഞ്ഞിട്ടും റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ 2 റീസൺസ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഇവക്ക് അങ്ങനെയെങ്കിൽ ഈ കുട്ടി പോകട്ടെ എന്നൊരു മെൻറ്റാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഇവൻ ഈ പെണ്ണിന് ഈ ഭർത്താവിൻ്റെ അനിയനുമായിട്ട് വേണ്ടാത്ത ബന്ധം ഉണ്ടാവും. എനിക്കതാ പേഴ്സണലി തോന്നുന്നു. ഇന്നല്ലേ നാളെ ചിലപ്പോൾ അതും തെളിയാണ്ടൊന്നുമില്ല. കാരണം കുട്ടി ഇത് കഴിഞ്ഞതിന് ശേഷം, മരണപ്പെട്ടതിന് ശേഷം ചോദ്യോത്തരം ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യമൊന്നും ഈ പെണ്ണ് വിളിച്ച് പറഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം വന്നതിന് ശേഷമാണ് ഈ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനും ചാൻസ് ഉണ്ടാകും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പിൽ വളരുന്ന കുട്ടികൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. നിങ്ങൾക്ക് മര്യാദയ്ക്ക് കുട്ടീനെ വളർത്തി ഫ്രണ്ടോട്ട് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ പിന്നെ പ്രസവിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പം ഒരുപാട് മെത്തേഡ്സും ടെക്നോളജീസും അഡ്വാൻസ്മെൻറ്റും ഒക്കെ ഈ വേൾഡിലുണ്ട്. ഒരു കുട്ടീനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ ഇനി എന്ത് ജീവിതമുള്ളത്? ഇനി 14 കൊല്ലം ജയിലിൽ കിടന്നാലും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് നിങ്ങളെടുത്ത് സംസാരിക്കാൻ പറ്റുമോ? അറപ്പും വെറുപ്പും അല്ലേ തോന്നും. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല, ഇത്രയൊക്കെ കേസും ഇത്രയൊക്കെ വർത്താനവും ഡിസ്കഷനും ഉണ്ടായിട്ട് ഇതിനൊന്നും ഒരു തീരുമാനം, ഒരു കൺക്ലൂഷനിലോട്ടോ എത്തുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പുച്ഛം തോന്നുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കേസ് എങ്ങോട്ടാണ് വളഞ്ഞു തിരിഞ്ഞ് ഒടിഞ്ഞു പോവുക എന്നുള്ളത് നമുക്ക് കാണാം. സോ ഗൈസ്, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.